ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ ദൈവം നമുക്ക് ഒരു അവസരം കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ, പ്രകീർത്തിക്കുവാനായിട്ട് ദൈവം ദാനമായി നൽകി. ആത്മാവിനാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ, അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം നൽകിയ അമൂല്യമായ നിമിഷങ്ങൾ. ദൈവസന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ നിറയുന്നതിന് വേണ്ടി, ആത്മാവിൻ്റെ ശക്തി നമ്മളുടെ ഓരോരുത്തരുടെ മേൽ നിറയുന്നതിന് വേണ്ടി നമ്മൾ ഈ നിമിഷങ്ങളെ പ്രാർത്ഥിക്കുക. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനം നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും ഇപ്രകാരമാണ്: അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ, ചൈതന്യത്താൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, പ്രകീർത്തിക്കുവാനായിട്ട് പോകുന്ന നിമിഷങ്ങളായത്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ആത്മാവിൻ്റെ ശക്തിയും കൃപയും വരദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ഓരോരുത്തരിലേക്കും നിറയുന്നതിന് വേണ്ട കൃപയ്ക്കായിട്ട് ദാഹിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ചൈതന്യത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ നിന്റെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പാടിക്കൊണ്ട് ആത്മാവിന്റെ കൃപകളും വരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ നിറഞ്ഞ്, അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് ഒരു പുതിയ ശക്തിയാൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തില് ക്ലേശങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അങ്ങയുടെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സഹനങ്ങള്, ക്ലേശങ്ങള്, വേദനകള്, രോഗപീഠകള് എല്ലാം ഏറ്റെടുക്കുവാനായിട്ട്
സന്തോഷത്തോടെ സഹിക്കുവാനായിട്ട്, ജീവിത ക്ലേശങ്ങളില് പതറാതെ മുമ്പോട്ട് പോകുവാനായിട്ട്, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലേക്ക് നിറയണമേ. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇസ്രായേൽ ജനത്തോട് ചേർന്ന് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന ആത്മചൈതന്യമേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ വിശദീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ദേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, തുറന്നിടുക നീരുറവ ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാ. ദേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, തുറന്നിടുക നീരുറവ ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. പരിശുദ്ധാത്മാവേ, കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, വിശുദ്ധിയോടെ നിന്നെ ആരാധിക്കുവാൻ, വിശുദ്ധിയോടെ നിന്നെ സ്തുതിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഞങ്ങൾ തകർന്നു പോകുമ്പോൾ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ നിരാശപ്പെട്ട് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന പൊന്നു തമ്പുരാനെ, പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിസ്തംഭമായി കൂടെ നടന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ പ്രകീർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജോഷ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ ജനം ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ സകല കോട്ടകളും തകർന്നു വീണു. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഏത് തകർച്ചകളിലും നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കൃപകളാൽ നീ നിറയുമ്പോൾ, ജീവിത വിശുദ്ധിയാൽ നീ നയിക്കപ്പെടുമ്പോൾ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും പ്രയാസങ്ങളെയും പ്രലോഭനങ്ങളെയും നിനക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, ആത്മാവിന്റെ ചൈതന്യത്താൽ നിറഞ്ഞ്, വിശുദ്ധിയാൽ നിറഞ്ഞ്, കൃപകളാൽ നിറഞ്ഞ്, വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുവാൻ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകത്തിനായിട്ട് പരിശുദ്ധാത്മാവേ
കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വരദാന ഫലങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് നിറയുവാൻ വേണ്ടി ഈ നിമിഷങ്ങൾ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്റെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ കൃപകൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഗ്ലോറി, 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. യേശുവേ, അങ്ങയുടെ ദാനങ്ങൾ കൊണ്ട്, വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിൻ്റെ വിശുദ്ധി, ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളുടെ മേല് അങ്ങ് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയെ, നിദാനമായി നൽകിയ മക്കളെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. കുറവുകൾ, പോരായ്മകൾ, ബലഹീനതകൾ ഞങ്ങളുടെ ജീവിതങ്ങളിലുണ്ട്. എല്ലാം ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഉള്ളവും ഉള്ളതും അറിയുന്ന പൊന്നുതമ്പുരാനെ, അങ്ങയുടെ വരദാന ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിറച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുവാൻ, അവ വിശ്വസിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവേ, നീ ദാനമായി നൽകിയ ഞങ്ങളുടെ ഈ ജീവിതത്തെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, അനേകരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ കൃപ ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. ഈ എളിയവരായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ. ഓരോ നിമിഷവും ഓരോ സമയവും നിന്നെ സ്തുതിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് കരങ്ങളുയർത്തി നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് നിറയണമേ. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ സമയവും അങ്ങ് നൽകുന്ന ദാനങ്ങളെ കുറിച്ച് ഓർത്ത് ബോധ്യമുള്ളവരായി തീരുവാൻ, ദൈവമേ, നിന്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ, അങ്ങയുടെ ശക്തി എന്നിലേക്ക് നിറയട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന പൊന്നുതമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരാശപ്പെട്ടു പോകുമ്പോൾ, രോഗപീഠകള്, പ്രലോഭനങ്ങള്, സാമ്പത്തിക പ്രതിസന്ധികള്, കടബാധ്യതകള് ദൈവമേ എൻ്റെ ജീവിതത്തിൽ അലട്ടുമ്പോൾ എൻ്റെ മേല് കരുണയായിരിക്കണമേ. നിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് കടന്നു വരുവാനായിട്ട്, നിന്റെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് നിറയുവാൻ വേണ്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് എൻ്റെ വേദനകളെയും എൻ്റെ പ്രയാസങ്ങളെയും എൻ്റെ ദുഃഖങ്ങളെയും ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ കരങ്ങൾ എൻ്റെ മേൽ നീട്ടണമേ. അങ്ങയുടെ ശക്തി എൻ്റെ മേൽ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ചൈതന്യം, പുതുശക്തി എൻ്റെ ജീവിതത്തിലേക്ക് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വേദനകളെയും സമർപ്പിച്ച് ഞാൻ സ്തുതിക്കുന്നു. എല്ലാ പ്രയാസങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെ ഈ നിമിഷം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സമാധാനം നിറയ്ക്കണമേ, സന്തോഷം നിറയ്ക്കണമേ. അനേകരിലേക്ക് ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, കൃപകൾ നിറയട്ടെ. ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാനിതാ സമർപ്പിക്കുക. എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. പുറപ്പാട് പുസ്തകത്തില് 14-ാം അധ്യായത്തില് ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്നു. മോശയിലൂടെ പ്രവർത്തിക്കുന്ന ദൈവകരങ്ങള്, ദൈവമേ, ഈ ദിവസങ്ങള്, ഈ നിമിഷങ്ങള് എന്നിലൂടെ പ്രവർത്തിക്കണമേ. എൻ്റെ കരങ്ങളിലൂടെ ദൈവിക ശക്തി വെളിപ്പെടുത്തുവാൻ, അനേകരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നു, ധ്യാനിക്കുന്നു. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണും. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവകരുണയിൽ നീ ആശ്രയിക്കുക. നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഈ നിമിഷം നീ കാണുക, നീ വിശ്വസിക്കുക. ദൈവകരങ്ങൾ നിന്റെ മേലുണ്ട്. നിന്റെ കൂടെ നടക്കുന്ന ദൈവം, നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം, മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ച പൊന്നുതമ്പുരാൻ ഈ നിമിഷം ഇവിടെ നിന്നെ സന്നിധിയിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 15-ാം തിരുവചനത്തില് ഞങ്ങൾ വായിക്കുന്നു, ധ്യാനിക്കുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു.
പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. പ്രിയ ദൈവമക്കളെ, അത്രയേറെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ആദിമ സഭാ സമൂഹം, നീ വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. പത്രോസിന്റെ നിഴല് വീണാൽ തങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ച ആദിമ സഭാ സമൂഹം യേശു നാമത്തിന്റെ ശക്തിയിൽ അനേകർക്ക് സൗഖ്യം നൽകുന്നു, അനേകർക്ക് കൃപകൾ നൽകുന്നു, അനേകരെ ദൈവവിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ആത്മാവിന്റെ ചൈതന്യം, അഭിഷേകം ദൈവകരങ്ങളിലൂടെ, പത്രോസിന്റെ കരങ്ങളിലൂടെ അനേകർക്ക് ലഭിക്കുന്നു. ഈ നിമിഷങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, രോഗപീഠകളെ സമർപ്പിച്ചുകൊണ്ട്, സൗഖ്യങ്ങളും കൃപകളും നിന്റെ ജീവിതത്തിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ മാറാ രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകളായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവര് എല്ലാവരെയും ഈ നിമിഷം നീ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സൗഖ്യമായി കൃപയായി എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അടയാളങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. 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 ദൈവസാന്നിധ്യ അവബോധത്തിലായിരുന്നു കൊണ്ട് നമ്മളുടെ മേൽ കൃപകൾ ചൊരിയുന്ന ദൈവശക്തി തിരിച്ചറിയുവാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. പുറപ്പാട് പുസ്തകത്തില് 14-ാം അധ്യായം 21-ാം തിരുവചനം, മോശ കടലിനു മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി, വെള്ളം വിഭജിക്കപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്ന നിമിഷങ്ങളായത്. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വീണ്ടും മോശ ഇസ്രായേൽ ജനത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥരാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അസ്വസ്ഥരായി
ദൈവത്തെ കുറ്റം പറഞ്ഞ്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ദൈവമേ നീ എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തരുന്നത്? പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ട് ചോദിക്കുക എന്ന് ദൈവം നിന്നോട് അരുളി ചെയ്യുന്നു. മോശയിലൂടെ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ ശാന്തമായി ഇരുന്നാൽ മതി. ശാന്തതയോടെ ദൈവസന്നിധിയിൽ സ്വസ്ഥമായി ഇരിക്കുവാൻ, കുരിശിൻ ചുവട്ടിൽ ദൈവകരുണയിൽ ആശ്രയിച്ച് നിനക്ക് ജീവിക്കുവാൻ പ്രിയ ദൈവമക്കളെ നിനക്ക് സാധിക്കുമോ? കരുണയ്ക്കായി നീ പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് നീ പ്രാർത്ഥിക്കുന്നു. വരപ്രസാദം, ജീവിത വിശുദ്ധി നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഈശോ.